ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പാർട്ട് ടൈം ജോബിനെ പറ്റിയാണ്. ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയ എന്നല്ല, ഏതൊരു രാജ്യത്ത് സ്റ്റുഡൻ്റായിട്ട് പോകുമ്പോഴും ആൾക്കാർ പഠിത്തത്തോടൊപ്പം തന്നെ ആദ്യം ചോദിക്കുന്ന ഒരു സംഭവമാണ് പാർട്ട് ടൈം ജോലി എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്. അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് പലരും പല വാഗ്ദാനങ്ങളും തരും. ഇവിടെ വന്നു കഴിഞ്ഞാൽ എളുപ്പമാണ് ജോലി, അത് ചെയ്യാം ഇത് ചെയ്യാം, ഭയങ്കര പെട്ടെന്ന് കണ്ടുപിടിക്കാം എന്നൊക്കെ എല്ലാവരും പറയും. ഇവിടെ വന്നിട്ടുള്ള ഏത് സ്റ്റുഡൻസിനോട് ചോദിച്ചു കഴിഞ്ഞാലും സത്യാവസ്ഥ മനസ്സിലാവും. പാർട്ട് ടൈം ജോലി കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പം ഇവിടെ വന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ രാജ്യങ്ങൾ ഇവിടെ ആണെങ്കിൽ ഉള്ള വെബ്സൈറ്റുകൾ സീക്ക്, ഇൻഡീഡ്, പിന്നെ ജോറ, ഈ വെബ്സൈറ്റുകളിലൊക്കെ ആയിരിക്കും മെയിനായിട്ടും ജോലി പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ പാർട്ട് ടൈമിനേക്കാൾ കൂടുതൽ ആൾക്കാരും പെട്ടെന്ന് നമ്മൾ എടുക്കാൻ സാധ്യതയുള്ളത് കാഷ്വൽ എന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ വെബ്സൈറ്റുകളിലൊക്കെ നോക്കുമ്പോൾ പാർട്ട് ടൈമിൻ്റെ കൂടെ തന്നെ കാഷ്വൽ ജോബ്സ് നോക്കണം. കാഷ്വലും പാർട്ട് ടൈമും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വിചാരിച്ചാൽ, പാർട്ട് ടൈം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഫിക്സഡ് അവേഴ്സ് ഒരു ആഴ്ചയിൽ തരണമെന്ന് എംപ്ലോയറിന് നിബന്ധനയുണ്ട്. പക്ഷേ കാഷ്വൽ ആകുമ്പോൾ അങ്ങനെ ഒരു നിബന്ധന അവർക്കില്ല. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ഒരാഴ്ചയിൽ ഒരു ഷിഫ്റ്റ് പോലും കിട്ടിയില്ലെന്നും വരും. ചിലപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇഷ്ടം പോലെ ഷിഫ്റ്റുകൾ കിട്ടിയെന്നും വരും. ഇപ്പോൾ ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്കും തന്നെ ഒട്ടുമിക്ക കമ്പനീസും ക്രിസ്മസ് കാഷ്വൽസ് എന്ന് പറഞ്ഞ് വിളിക്കും. അപ്പോൾ നമ്മൾ സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേന് തൊട്ട് ക്രിസ്മസ് കാഷ്വൽസ് ജോലികൾ നോക്കി അപ്ലൈ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അവർ ഹയർ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിന് യാതൊരു ഒരു പെർമനൻ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ക്രിസ്മസ് കഴിയുന്നതോടെ മിക്കവാറും അവർ ഒന്നിൽ നമ്മളെ ആ കോൺട്രാക്റ്റ് എക്സ്പയർ ആവും, ഇല്ലെന്നുണ്ടെങ്കിൽ അവർ വേണമെങ്കിൽ നമ്മളെ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പം എന്നാലും ജോലി ഒന്നും ആവാത്തവർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ പുതിയതായിട്ട് ഇവിടെ വരുമ്പോൾ മിക്ക യൂണിവേഴ്സിറ്റീസിലും ചെറിയ ചെറിയ കോഴ്സസുകളാണ്. ഇവിടെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ CPR കോഴ്സ്, ഫസ്റ്റ് എയ്ഡ് കോഴ്സ്, ഇതൊക്കെ വളരെ കുറഞ്ഞ റേറ്റ് കിട്ടും. പിന്നെ RSA, RSG ഈ കോഴ്സുകളൊക്കെ ഫ്രീ ആയിട്ടും പഠിക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ ഏത് സർട്ടിഫിക്കറ്റ് ഫ്രീ ആയിട്ട് എന്ത് കിട്ടുവാണെങ്കിലും അയ്യോ സമയം പോയല്ലോ എന്നോർത്ത് എടുക്കാതിരിക്കാതെ അതൊക്കെ എടുക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് സിവിയിൽ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് RSA എന്ന് പറയുന്ന സർട്ടിഫിക്കറ്റ് ഇല്ലാണ്ട് ഇവിടെ ഇപ്പോൾ ലിക്കർ സെർവ് ചെയ്യുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണെങ്കിലും അവിടെ നമുക്ക് പോയി ജോലി കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. അപ്പം RSA ഉണ്ടെങ്കിൽ നമുക്കവിടെ ഒരു മുൻകൈ ഉണ്ടെന്നല്ല, RSA ഉണ്ടെങ്കിൽ അവിടെ ജോലി കിട്ടും. അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ സെക്യൂരിറ്റിക്കായിട്ട് പോകണമെങ്കിൽ സെക്യൂരിറ്റിയുടെ ജോബുണ്ട്, ഏജ് കെയർ പോകണമെങ്കിൽ ഏജ് കെയറിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അങ്ങനെ ഇവിടെ ഏത് സാധനം ഫോർക്ക് ലിഫ്റ്റിനാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കണം. അതുകൊണ്ട് തന്നെ ഏത് ജോലി പാർട്ട് ടൈം ആണെന്നുണ്ടെങ്കിൽ പോലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കണം. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നമ്മളെ അവർ പരിഗണിക്കും. പിന്നെ CV നമ്മുടെ നാട്ടിലെ പോലെ ചുമ്മാ വലിച്ചു വാരിയൊന്നും CV ഉണ്ടാക്കാതെ ഒരു സ്റ്റാൻഡേർഡ് 1 പേജ് CV ഉണ്ടാക്കുക. ഫോട്ടോ ഇവിടുത്തെ ഓസ്ട്രേലിയൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഫോട്ടോ വേണമെന്നില്ല, ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള CV, പക്ഷെങ്കിൽ അതിൻ്റെ അകത്ത് എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കണം. ആ ഒരു 1 പേജ് CV ഉണ്ടാക്കുക. പിന്നെ മാക്സിമം കടകളിലൊക്കെ ചെല്ലുമ്പോഴാണെങ്കിലും മിക്ക കടകളിലും ഓൺലൈനാണെന്ന് പറയുമെങ്കിലും മാക്സിമം അവിടുത്തെ ഒരു മാനേജറെ കണ്ട് ഒന്ന് സംസാരിക്കാൻ നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു പോസിബിലിറ്റി ഉണ്ടാകും. പിന്നെ നമ്മൾ അവൈലബിലിറ്റി, അതിവിടുത്തെ ഒരു മെയിൻ സംഭവമാണ്. നമ്മളെ അവൈലബിലിറ്റി നോക്കിയിട്ടും കൂടാണ് മിക്കവരും ജോലിക്ക് എടുക്കുന്നത്. കാരണം അവർക്കാവശ്യം എപ്പോൾ വിളിച്ചാലും വരേണ്ട ഒരാൾ, ഇല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അവൈലബിലിറ്റി ഉള്ള ഒരാൾ. നമ്മൾ ഒന്നാമത് സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് 24 മണിക്കൂറേ ഒരാഴ്ചയിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെ അവർക്ക് കേൾക്കുമ്പോൾ അത്ര വലിയ സുഖമില്ല. അപ്പം നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തിങ്കളാഴ്ച എനിക്ക് പറ്റില്ല, ചൊവ്വാഴ്ച എനിക്ക് പറ്റില്ല, ബുധനാഴ്ച പറ്റില്ല, ആകെ എനിക്ക് ഒരാഴ്ച വ്യാഴം വെള്ളി മാത്രം പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും നിങ്ങൾ വീട്ടിലിരുന്നോളാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം അവൈലബിലിറ്റി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഗ്യാരണ്ടി ആയി. അപ്പം പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇച്ചിരി അവൈലബിലിറ്റി ഒക്കെ മാറ്റി കൊടുത്തു കഴിഞ്ഞാലും അവരൊക്കെ പറയും. അപ്പം ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ റെഫറൻസ്, അതെ. അപ്പം ഇവിടെ വേറൊരു സംഭവമാണ് റെഫറൻസ്. അപ്പം നമുക്ക് ഏതൊരു ജോലിക്കാണെങ്കിലും അവർ റെഫറൻസ് ചോദിക്കും. ജോലിക്ക് മാത്രമല്ല, ഇപ്പം നമ്മളൊരു റെൻ്റൽ അഗ്രിമെൻ്റ് എടുക്കണമെങ്കിലും റെഫറൻസ് ചോദിക്കും. അങ്ങനെ റെഫറൻസ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ്. അപ്പം നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ പരിചയമുള്ള
ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ടുപേരുണ്ടെങ്കിൽ ആ റെഫറൻസ് നമ്മുടെ സി വിയിൽ ആഡ് ചെയ്യുക. പിന്നെ നമ്മളൊരു സെക്ടറിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആ സെക്ടറിലുള്ള റെഫറൻസ് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ കുറേ കൂടെ നല്ലതാണ്. പിന്നെ എന്താ, ഇത്രയൊക്കെ ഉള്ളൂ. ശരി, ഓക്കെ.